ക്രീമിന്റെ സ്പെല്ലിംഗ് അറിയോ? ഒന്ന് പറയൂ. CREAM. വെരി ഗുഡ്. മോൻ ഇതിലുള്ള ക്രീമിന്റെ സ്പെല്ലിംഗ് ഒന്ന് വായിക്കൂ. CREME. രണ്ട് സ്പെല്ലിംഗ് ഒന്നാണോ? അല്ല അല്ലേ? അതെന്താ അങ്ങനെ? ഡോക്ടർ പറഞ്ഞുതരാം കേട്ടോ. കണ്ടില്ലേ, ധ്യാനെ പോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ക്രീം ബിസ്ക്കറ്റ് ആണ് ഇഷ്ടം. എന്നാൽ ഈ എഴുത്തിൽ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം ചോദിച്ചാൽ, ഇന്ത്യൻ ഫുഡ് ആൻഡ് സേഫ്റ്റി അതോറിറ്റിയുടെ നിയമം അനുസരിച്ച് ഒരു ബിസ്ക്കറ്റിന്റെ മുകളിൽ ക്രീം ബിസ്ക്കറ്റ് എന്ന് എഴുതിയിരിക്കണമെങ്കിൽ അതിന്റെ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് പാലോ പാലുൽപ്പന്നങ്ങളോ കൊണ്ടായിരിക്കണം. അതുപോലെ തന്നെ പാലിന്റെ പാലുൽപ്പന്നങ്ങളുടെ അളവ് എന്ന് പറയുന്നത് 20% കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ ക്രീം ബിസ്ക്കറ്റ് എന്ന് എഴുതാവുള്ളൂ. എന്നാൽ ഈ ബിസ്ക്കറ്റിന്റെ ക്രീം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? റിഫൈൻഡ് പാം ഓയിൽ. അതൊരു വെജിറ്റബിൾ ഓയിലാണ്. അതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾ ഫാറ്റ്, അതുപോലെ ഷുഗർ, കളറിംഗ് ഏജൻസ്, ഇത്രയൊക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് മേ കണ്ടെയ്ൻ മിൽക്ക്, പാല് ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് പാലിന്റെ അളവ് വളരെ കുറവാണ്, അല്ലെങ്കിൽ പാൽ ഉണ്ടായേക്കാം എന്ന് എഴുതിയത് കൊണ്ടാണ് അവർ ഇവിടെ ക്രീം എന്നുള്ള വേർഡിന് പകരം ക്രം എന്നുള്ള ഒരു ഫ്രഞ്ച് വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു വിദ്യ മാത്രമാണ്. ഇതിന്റെ അകത്ത് ക്രീമിന്റെ അളവ്, അല്ലെങ്കിൽ പാല് കൊണ്ട് ഉണ്ടാക്കിയ ക്രീമിന്റെ അളവ് വളരെ കുറവാണ്. ഇത്തരത്തിലുള്ള വെജിറ്റബിൾ ഓയിൽസ് അടങ്ങിയ ബിസ്ക്കറ്റ്സ് നമ്മുടെ കുട്ടികൾക്ക് ഡെയിലി കൊടുത്താൽ അവർക്ക് ഷുഗർ കൂടാം, BP കൂടാം, പൊണ്ണത്തടി വരാം, കൊളസ്ട്രോൾ കൂടാം, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്.